രാജേഷ് ജി, പെട്ടെന്ന് ഈ ആചാര അനുഷ്ഠാനങ്ങൾ അശ്ലീലാചാരമാണ്, അടിമത്തം അടിച്ചേൽപ്പിക്കലാണ്, ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രയാത്രികനായ ശ്രീ റജി ലൂക്കോസ് അങ്ങനെ പറയുള്ളൂ. അദ്ദേഹം എന്തായാലും മറുപടി പറയാൻ അദ്ദേഹത്തിന് കൂടുതൽ സമയം വേണം. കാരണം അദ്ദേഹം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഒരേ ആശയത്തിൽ ഉള്ളവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി, ഇപ്പോ നമ്മൾ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അതായത് 10 വയസ്സുള്ള ഒരു കുട്ടി തന്റെ മുത്തശ്ശന്റെ പ്രായമുള്ള അധ്യാപകന്റെ പാദങ്ങളെ പൂജിക്കുന്ന ഒരു രംഗമാണ്. അപ്പൊ ബാലാവകാശ ലംഘന നിയമപരിധിയിൽ വരുന്നതാണെങ്കിൽ ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഇതിൽ വലിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സുന്നത്ത് കർമ്മത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? 2 വയസ്സുള്ള കുട്ടിയുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം ആ കുട്ടിയുടെ സമ്മതമില്ലാതെ മുറിച്ചു മാറ്റുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ടോ? ഇടതുപക്ഷ നിരീക്ഷകർ എന്ന രീതിയിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും താങ്കൾ എതിർക്കുന്നു എങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഞങ്ങൾക്ക് അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റൊരവസരത്തിൽ ഞങ്ങൾ വ്യക്തമാക്കാം. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറയുന്ന മതമല്ല പ്രശ്നം, മെരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് എല്ലാ മതങ്ങളുടെ അന്ധവിശ്വാസത്തെയും എതിർക്കുവാൻ കഴിയുമെങ്കിൽ 10 വയസ്സുകാരനായ ഒരു കുട്ടി കുറച്ച് വെള്ളമെടുത്ത് ഒരു അധ്യാപകന്റെ കാല് കഴുകി പാദപൂജ നടത്തി ഗുരുവന്ദനം ചെയ്തപ്പോൾ അതിനെ അശ്ലീലമെന്നും സതിയെ എല്ലാം കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുവെങ്കിൽ 2 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ സമ്മതമില്ലാതെ സുന്നത്ത് കർമ്മം നടത്തുന്നത് ശാസ്ത്രീയമാണോ, അന്ധവിശ്വാസമാണോ, അതോ ബാലാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ, അത് അശ്ലീലമാണോ? ഇടതുപക്ഷ സഹയാത്രികന്റെ മറുപടി കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അദ്ദേഹത്തിന് അതിന് മറുപടി പറയുവാനുള്ള നട്ടലും തന്റെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി അദ്ദേഹം അത് പറയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാ മതങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്ന ആളാണ് എന്നാണ് കമ്മ്യൂണിസത്തെ കുറിച്ച് ഞങ്ങൾ വെപ്പ്. പക്ഷെ ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട റജി ലൂക്കോസ് മനസ്സിലാക്കൂ, ഈ ജാതീയതയ്ക്കെതിരെ നിങ്ങൾ വല്ലാതെ ശബ്ദിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് ജാതിയുടെ വാല് മുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്, P ഗോവിന്ദ പിള്ളയാണ്, ശിവദാസൻ മേനോനാണ്, ഏറമ്പാല കൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ മിസ്റ്റർ റജി ലൂക്കോസിന് അറിയാൻ വഴിയില്ല. പക്ഷെ ഞാൻ നായനാ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അറിയാം. ഞങ്ങളുടെ നാട്ടിൽ ജാതിരഹിത സമൂഹം മതനിരപേക്ഷ കേരളം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജാതിരഹിത സമൂഹം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളാരാന്ന് അറിയണ്ടേ? പോളിറ്റി ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. രാമചന്ദ്രൻ പിള്ളയെ കൊണ്ടുവന്നിട്ടാണ് ഇവര് ഈ പറയുന്ന ജാതിക്കെതിരാണ്, ഞങ്ങൾ മതത്തിനെതിരാണ് എന്ന് പറയാൻ അർത്ഥമില്ല. നിങ്ങൾ ഹിന്ദുവിന് മാത്രം എതിരാണ്. ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മാത്രമേ കമ്മ്യൂണിസ്റ്റുകൾ എതിരായിട്ടുള്ളൂ. നേരത്തെ വത്സേട്ടൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തിന്റെ അന്ത്യം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു, ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിച്ചു. അതിന് കാരണം ഈ നാടിന്റെ ദേശീയതയെ, സംസ്കാരത്തെ മാനിക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു കൊടുക്കേണ്ടി വന്നത് ഈ ഗവർണറുടെ വിവാദം വന്നപ്പോഴാണ്. ബിനോയ് വിശ്വം വിളിച്ചു കൊടുത്ത് ഞാൻ കേട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഭാരതം എന്റെ അമ്മയാണ്, എന്റെ അമ്മ ജയിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ചൈന അമ്മയായി കാണുന്നവരാണ്, അല്ല റഷ്യ അമ്മയായി കണ്ടവരായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ മണ്ണിന്റെ സംസ്കാരം, പാരമ്പര്യം ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. ഈ മണ്ണിന് അതിൻ്റെതായ സംസ്കാരങ്ങളും രീതികളുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി മോദിജി ഗുരു പരമ്പരയെ ആദരിക്കുന്നവനാണ്, ആദരിക്കുന്ന മഹാ വ്യക്തിയാണ്. അദ്ദേഹം ഗുരുക്കന്മാരെ കാണുമ്പോൾ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ആളാണ്. ഇന്ന് 20ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആളുകൾ RSSന്റെ പ്രചാരകന്മാരും കാര്യവാഹന്മാരും, ഭാരതത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനമായി UP ഭരിക്കുന്നത് ഒരു സന്യാസി വര്യൻ തന്നെയാണ് എന്നറിയണം. അപ്പൊ ഈ ഹിന്ദുധർമ്മം, RSS മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുന്ന ഒരു ഭൂരിപക്ഷ ജനത ഇവിടെയുണ്ട്. ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മോദിജിയെ വീണ്ടും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തുവെങ്കിൽ പാദപൂജയും ഗുരുവന്ദനവും സംസ്കാരവും രാമക്ഷേത്രവും എല്ലാം ഇവിടെ വേണം എന്ന് ശഠിക്കുന്ന, എന്ന് ആവശ്യപ്പെടുന്ന ഒരു ജനതതി ഇവിടെ ഉണ്ട്. അവിടെ ആചാരം, സതി എന്ന് പറയുന്ന ആചാരം എപ്പോ വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ റജി ലൂക്കോസ് മനസ്സിലാക്കണം. സതി പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എവിടെയും കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. സതി എന്ന ആചാരം നിങ്ങൾ ആലോചിച്ചു, രാമായണത്തിൽ എവിടെയാണ് സതി ഉള്ളത്? ദശരഥ മഹാരാജാവ് മരിച്ചപ്പോൾ 3 ഭാര്യമാരിൽ ആരാണ് തീയിൽ ചാടി മരിച്ചത്? 100 കൗരവർ മരിച്ചപ്പോൾ ആരെങ്കിലും തീയിൽ ചാടി മരിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾ ഈ സതി വന്നത് ഇസ്ലാമിക ഭരണകാലത്താണ്. ഇസ്ലാമിക ഭരണകാലത്ത് ഹിന്ദു പുരുഷന്മാരെ കൊന്നുകളഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ ഈ മുഗൾ രാജാക്കന്മാര്, ഗസ്നി, ഗോറി, ഗിൽജി, തുഗ്ലക്ക്, ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള ആളുകൾ ഹിന്ദു സ്ത്രീകളെ, പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിയിരുന്നു. ISIS എങ്ങനെയാണോ SED പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിയത് അതുപോലെ ചെയ്തിരുന്നു. അന്ന് പുരുഷന്മാർ മരണപ്പെട്ടാൽ രക്ഷയില്ലാതെ ഹിന്ദു സ്ത്രീകൾ അഗ്നിപ്രവേശം ചെയ്തു. പിന്നീട് ആ ദുരാചാരത്തെ, പിന്നീട് അതൊരു ആചാരത്തെ ദുരാചാരമായിട്ട് മാറി. അത് ഹിന്ദുക്കളായിട്ട് തന്നെ ഇല്ലാതാക്കി.
രാജാ റാം മോഹൻ റോയ് ആണ് സതിയെ നിരോധിക്കുവാൻ വേണ്ടിയുള്ള മുൻകൈയെടുത്തത്. കേരളത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു. അതിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർ ഒരു പങ്കുമില്ല. 1924 വൈക്കം സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, 39 പിണറായിയിലെ പാറപ്പുറത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് പുലയനെയും പറയനെയും അമ്പലത്തിൽ കയറ്റിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരയ്യപ്പൻ, എവിടെയും ഒരു കമ്മ്യൂണിസ്റ്റാന്റെ പേര് അതിൽ വരുന്നില്ല. നിങ്ങൾ ജാതിയുടെ വാലും പേര് നടന്നുകൊണ്ട് ജാതിക്കെതിരെ സംസാരിക്കുന്നവരാണ്. ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന പേര് മാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെ കൂടുതൽ അവസരമുണ്ട്. ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ 10 വയസ്സുള്ള കുട്ടി ഗുരുവിന്റെ പാദങ്ങളെ നമസ്കരിച്ചത് അശ്ലീലവും അന്ധവിശ്വാസവും ദുരാചാരവും പഴയ സതിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്ന വ്യഗ്രതയോടുകൂടി നിങ്ങൾ പറഞ്ഞപ്പോൾ 2 വയസ്സുകാരനായ കുട്ടിയുടെ സുന്നത്ത് കർമ്മം നടത്തുന്നത് ശരിയാണോ തെറ്റാണോ? അതിനുകൂടി മറുപടി അങ്ങ് പറയണം എന്ന് ഞാൻ സാദരം അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.